സൗണ്ട് വന്നല്ലോ. ഡാഡി വിശേഷമൊക്കെ എനിക്കുണ്ടാവോ? ഹലോ, എവിടാ? ബെസ്റ്റ്. എടാ ചെറിയൊരു പണിയിട്ടില്ല, വണ്ടിയുടെ പെട്രോൾ പോയി. ലിറ്ററിന് ഇപ്പൊ എത്ര? 80. അന്ന് 80 രൂപ അടിച്ചോ? ആ ഓക്കെ ഓക്കെ. ഏമാട്ടാ സമയം വളരെ. ആ ഓക്കെ ഓക്കെ ശരി. ഇപ്പൊ പെട്രോൾ കൊണ്ടാ വന്നു. അപ്പൊ ആ കാര്യം ഓക്കെ. പണി പാലോണത്തിൽ കിട്ടി. ഞാൻ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും മിക്കവാറും. അപ്പൊ നമുക്ക് അത്ര നേരം വണ്ടിനെ പറ്റി കുറച്ച് പറഞ്ഞുതരാം കാര്യങ്ങളൊക്കെ. ഇത് 95 മോഡൽ വണ്ടിയാണിത്. 95 മോഡൽ SD റോഡ് കിങ് ആണ്. ഇത് 250cc ആണ് ഇതിന് എഞ്ചിൻ വന്നേക്കുന്നത്. 2 സ്ട്രോക്ക് കേട്ടോ, അതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. 2 സ്ട്രോക്ക് വണ്ടിയാണിത്. 4 സ്പീഡ് കയറുന്നതിനുള്ളൂ. 2 എക്സോസ്റ്റ് ഉണ്ട്, അതാണ് ഇതിന്റെ കുറച്ച് പ്രത്യേകത. സാധാരണ സിംഗിൾ സിലിണ്ടർ വണ്ടിക്ക് ട്വിൻ എക്സോസ്റ്റ് കൊടുക്കാത്തതാണ്. കാരണം R 350 ഒക്കെ പോലത്തെ ഡബിൾ സിലിണ്ടർ വണ്ടിക്കാണ് ട്വിൻ എക്സോസ്റ്റ് വരാറ്. പക്ഷെ ഇതൊരു പ്രത്യേകതയായിട്ട് സിംഗിൾ സിലിണ്ടർ വണ്ടിക്കാണ് എക്സോസ്റ്റ് വന്നിരിക്കുന്നത്. 2 എക്സോസ്റ്റ് ഉണ്ട്. അത് മോർ പവർ ഡെലിവറി ചെയ്യാൻ വേണ്ടിയായിരിക്കും കമ്പനി കയറുന്നത് ഇറക്കിയേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ്. ടാങ്ക് കപ്പാസിറ്റി 16 ലിറ്റേഴ്സാണ് വന്നിരുന്നത്. പിന്നെ എൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്ലൈറ്റ്, റൗണ്ട് ഹെഡ്ലൈറ്റ് സിമ്പിൾ ആയിട്ടുള്ളത്. സ്പീഡോമീറ്ററിൻ്റെ സ്ഥലത്ത്, നമ്മൾ മീറ്ററിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് മീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ. പിന്നെ ഒരു സൈഡിൽ എൻ്റെ കീ സെറ്റാണ്, ഓൺ ഓഫ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ടൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻജിൻ ഓഫ് ഉണ്ട്. എൻജിൻ ഓഫാണ് പ്രത്യേകമായിട്ട് എനിക്ക് വന്നേക്കുന്നത്. എൻജിൻ ഓൺ ഓഫ് ഉണ്ട്, കിൽ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആ സൈഡിൽ മറ്റേ ഡിം ബ്രൈറ്റ് ലൈറ്റ്, പാസ്, പിന്നെ ഹോണ്ട. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഷോക്ക് അബ്സർ ഉണ്ട്. ഷോക്ക് അബ്സർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്ററില്ലേ, ഇതിൻ്റെ മീറ്റർ പോയേക്കണത് നമ്മുടെ മീറ്ററിൽ നിന്ന് നേരെ പോയേക്കണത് ഈ എഞ്ചിനിലേക്കാണ്. ഈ സാധനത്തിലേക്ക് കണ്ടോ, ഈ സാധനത്തിലേക്കാണ് നേരെ പോയേക്കണത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് അറിയണത് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ്. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പോയേക്കണത്. സാധാരണ വണ്ടികളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹബിലേക്കാണ് പോയേക്കണത്. പക്ഷേ ഈ വണ്ടിയുടെ വ്യത്യാസമായിട്ട് എഞ്ചിനിലേക്കാണ് പോയേക്കണത്. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം നോക്കിയാലും പഴയ മോഡൽ ഡ്രം ബ്രേക്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ കണ്ടാലും അറിയാം നമുക്ക്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലും ബ്രേക്സ് വന്നേക്കുന്നത്. ബാക്ക് സൈഡിലും ബ്രേക്സ് ഫ്രണ്ട് പോലെ തന്നെയാണ്, ഡ്രം ബ്രേക്സ് ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിൽ വന്നേക്കുന്നത് ഒരു ബക്കറ്റ് മൺകാടാണ് കൊടുത്തിട്ടുണ്ട് കമ്പനി. ബക്കറ്റ് മോഡൽ മൺകാടാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ മെറ്റൽ മൺകാടാണ് വരുത്തിയിരിക്കുന്നത്. ഫ്രണ്ടിൽ മെറ്റൽ മൺകാട്, പഴയ മോഡൽ മെറ്റൽ മൺകാട്. SD ജാവയുടെ ക്ലാസിക് 2 എന്ന് പറഞ്ഞ വണ്ടിക്ക് വന്നേക്കുന്നത് ഫ്രണ്ടിൽ ബക്കറ്റ് മൺകാട് പോലത്തെ തന്നെയാണ്. ബ്ലാക്ക് കളർ തന്നെയാണ് ബക്കറ്റ് മൺകാട്. ബാക്കിൽ മൺകാട്. ഇതിൻ്റെ വ്യത്യാസമായിട്ട് ക്ലാസിക് 2-നാണ് ബക്കറ്റ് മൺകാട് വരുന്നത്. സാധാ SD റോഡ് ആയതുകൊണ്ട് ഇതിൻ്റെ മെറ്റൽ മൺകാടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യൂണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കിക്കറും ഗിയറുമാണ്. ഇത് രണ്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം. രണ്ടും ഇങ്ങനെ പ്രസ് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യുക. ബാക്കിലേക്ക് ആക്കുമ്പോൾ ഇത് കിക്കറായി. അതുപോലെ തന്നെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തിരിച്ചാക്കുമ്പോൾ തന്നെ അത് ഗിയറാവും. അങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം. കാണിച്ചു തരാം.
ഇതാണ് എൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിക്നെസ് ആണത്. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ കാർബറേറ്റർ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലാണ് കാർബറേറ്റർ. ഇതിന് മോൾഡ് വെച്ച് കവറിങ് ആണത്, കമ്പനി വക കവറിങ് ആണത്. ഇതാണ് ഇതിൻ്റെ നമുക്ക് സാധാരണ ഇതിനേക്കുള്ള ചോക്ക് പോലത്തെ സാധനമാണത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് പമ്പായിട്ട് കാർബറേറ്ററിൽ ഇറങ്ങും. അപ്പോൾ നമുക്ക് ഇത് കിട്ടാവുന്നതാണ്. പെട്രോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ ഞാൻ പെട്രോൾ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചത്. ഇപ്പോൾ പെട്രോൾ തീർന്നായി. ഇത് പമ്പ് കൊടുത്തു കഴിയുമ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തേക്ക് ഇറങ്ങും കാർബറേറ്ററിലേക്ക്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട്. അപ്പോൾ കാലത്ത് നിൽക്കുമ്പോൾ ഒന്ന് പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് കാലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാലത്തൊക്കെ മോർണിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പമ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 5 to 5 തവണ കൊടുത്താലും മതി. നമുക്ക് പമ്പായി കഴിയുമ്പോൾ പെട്രോൾ ഇറങ്ങിക്കോളും ഓട്ടോമാറ്റിക്. ഒറ്റയടിക്ക് പിന്നെ സ്റ്റാർട്ട് ആയിക്കോളും വേണ്ടി. ഞാൻ ഒരു ഓൾറൗണ്ട് ലുക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ് ഓൾറൗണ്ട് ലുക്ക് വന്നേക്കുന്നത്. മൈലേജ് കമ്പനി ഒരു 30 to 35 പറയണത്. മിക്കവാറും അത്രയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ലോക്കൽ ഇപ്പൊ ഓർഡറാണ് കൂടുതൽ. ഇപ്പൊ ലോക്കലായതുകൊണ്ട് അധികം കിട്ടാൻ ചാൻസില്ല. അങ്ങനെ അത്യാവശ്യം കിട്ടേണ്ടതാണ് നമുക്ക്. നമുക്ക് നോക്കാം. അപ്പൊ അതെ പെട്രോൾ ഇട്ട പതൂരി വന്നുണ്ട്. ഏ പതൂരി എവിടെയാണത്? പിന്നെ മേടിക്കാണ്ട് നീ മറ്റേ ഉഗാണ്ടിലല്ലേ പെട്രോൾ ഒഴിക്കണത്? എടാ മോനെ തറവാട് വരെ വന്നറന്ന് കുറെ നാളെ വണ്ടി ഓടിച്ചിട്ട്. അപ്പൊ അതെ നമ്മളെ മുതല് പെട്രോൾ ഇട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതെ ഇതാണ് ആശാൻ. നമ്മളെ ആശാൻ എടാ വണ്ടി ഇട്ടല്ലേടാ? ആ 1 ലിറ്റർ അടിച്ചിട്ടുണ്ട്. 80 രൂപയ്ക്ക്. ഓയിൽ വെച്ചിട്ടില്ലേ? ഓയിൽ വെച്ചിട്ടുണ്ട്. ആ അതെ പെട്രോൾ ഒഴിക്കണ്ട്. ഓക്കെ അല്ലേ? അതെ പൈസ കേട്ടോ, പൈസ ഒക്കെ തരാമോ. പിന്നെ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിന്റെ ടാപ്പ് ഉണ്ടോ? ഫ്യൂവലല്ല, ടാങ്കിന്റെ ടാപ്പ്. ഇതിന് കീ സെറ്റ് വന്നിട്ടില്ല. ഇത് വെറുതെ നമുക്ക് അടച്ചു തുറക്കാന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ മുതലൊന്ന് സ്റ്റാർട്ടാവും നോക്കട്ടെ. ഇനി ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അത് പിടിച്ചോ, ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. ചാമ്പോ നോട്ടെ. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി ഇപ്പൊ പെട്രോൾ ഇപ്പൊ 1 ലിറ്റർ പെട്രോൾ ഇപ്പൊ ഒഴിച്ചിട്ടുണ്ട് ഇതില് 80 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് ഇതിന്റെ മൈലേജ് ഇപ്പൊ എന്തായാലും നമ്മൾ ഒഴിച്ച സ്ഥിതിക്ക് ഇതിന്റെ മൈലേജ് കൂടി നമുക്ക് നോക്കിയേക്കാം. അപ്പൊ ഇപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കിലോമീറ്റർ വന്നേക്കുന്നത് 4479 ഇപ്പൊ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മ തിരിച്ചത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നോട്ട് ചെയ്ത് കിട്ടിയേക്കുന്നത് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29, 28 ആണ് വന്നേക്കുന്നത്. ഇതില് ശരിക്കും കമ്പനി പറയണത് സെയിം ആയിട്ടൊരു 30 to 35 ആണ് പറയണത്. അപ്പൊ നമുക്ക് കിട്ടിയത് 28 to 29 ആണ്. അപ്പൊ ലോക്കലാണ് ഫുൾ ഓടിയേക്കണത്. ചിലപ്പോൾ അതിന്റെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, മൈലേജ് കിട്ടുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ തീരെയാണ്. ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്.
പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.